സ്വാഭാവികമായിട്ട് ഈ പ്രതിക്ക് അകത്തുനിന്ന് സഹായം കിട്ടാതെ ഒരു കാരണവശാലും പുറത്ത് ചാടാൻ പറ്റുകയില്ല. കാരണം അയാളെ വേറൊരു കൂട്ടുപ്രതിയും കൂടി ഒരുമിച്ച് ഒരു സെല്ലിനകത്തായിട്ടിരുന്നത് ഒന്നും രണ്ടാളുകളുള്ള സെല്ലാണ്. ആ സെല്ലിനകത്ത് CCTV ഉണ്ടാവും. ആ CCTVയുടെ മോണിറ്ററിങ്ങും ഉണ്ടാവും. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും ഈ 5-6 മണിക്കൂറായിട്ട് ഇതിനെക്കുറിച്ചൊരു വിവരമേ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് സൂപ്പർവിഷനാ, എന്ത് സെക്യൂരിറ്റിയാണ് അവിടെ ഉള്ളത്? മാത്രമല്ല, ആ ജയിലിനെ കുറിച്ച് ആളുകൾക്ക് വീണ്ടും സംശയങ്ങളുണ്ട്. കാരണം പുറത്തു നിന്നുള്ള ആളുകൾക്ക് ആക്സസ് ഉള്ള ഒരു ജയിലാണ്. അതിന് ഹൈറ്റ് വർദ്ധിപ്പിക്കണം, അതിന് ചുറ്റുമതിൽ ഹൈറ്റ് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് ഗവൺമെന്റിന്റെ റിപ്പോർട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട് എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ ഇതുപോലുള്ള ഈസി ആയിട്ട് ജയിൽ ചാടാൻ പറ്റുമായിരുന്നോ? അതുകൊണ്ട് അവരുടെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി, കൺസേൺഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട ആളുകളുടെ സഹായത്തോടു കൂടി അയാൾ ജയിൽ ചാടുകയാണ് ഉണ്ടായത്. മൂന്നാമത്തെ പ്രശ്നം, ജയിൽ ചാടി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അലാറം ഉണ്ടാകണ്ടേ, റെഡ് അലേർട്ട് കൊടുക്കണ്ടേ? അതിനുവേണ്ടിയുള്ള നടപടി നടന്നതായിട്ടൊന്നും പുറത്ത് ഇതുവരെ വന്നിട്ടില്ല. നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സാധാരണഗതിയിൽ ഇതൊക്കെ നടക്കേണ്ടതാണ്. നടന്നതായിട്ട് ഒരു നടപടിയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെ വളരെ ഈസി മൂഡിലാണ് എടുത്തത്. കാര്യമായ ഗൗരവത്തോടു കൂടി കണ്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ. ഒരു ഹൈടെക് ജയിലിൽ പാർപ്പിക്കേണ്ട പ്രതിയെ എങ്ങനെയാണ് ഈ സാധാ ജയിലിലേക്ക് കൊണ്ടുവന്നത് എന്നൊരു ചോദ്യമില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ പ്രശ്നം അവിടെ കൊണ്ടുതന്നെ EL കൊലക്കേസിലെ പ്രതിയായിരുന്നു. അയാളെ തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി വിധിച്ചതാണ്. തൂക്കിക്കൊല്ലുന്നതിന് തുല്യമായ കുറ്റം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയെ ഇതുപോലൊരു സാധാ ജയിലിലേക്ക് കൊണ്ടുവന്നാൽ മതിയോ? അയാളെ ഹൈടെക് സെക്യൂരിറ്റിയുള്ള സ്ഥലത്തല്ലേ വിടേണ്ടത്? എങ്ങനെയായാലും ഇവിടെ വന്നു വിട്ടു എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നുള്ളത് ബഹുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സർ, അതേപോലെ തന്നെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, അതായത് ഇവിടെ മതിയായ ഉദ്യോഗസ്ഥർ ഇല്ല എന്നുള്ളൊരു കാര്യം. ഈ ഉള്ള ഉദ്യോഗസ്ഥർ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അതായത് പുറത്തു നിന്നൊക്കെ ഈ പ്രതികൾക്ക് ഓരോ സാധനങ്ങൾ എറിഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ പലതുണ്ടെന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. അവർക്ക് യാതൊരു വിധമായിട്ടുള്ളൊരു സപ്പോർട്ട് ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥരുടെ ഒരു പരിമിതി ഉണ്ടെങ്കിൽ അക്കാര്യങ്ങളൊക്കെ തന്നെ പരിഹരിക്കേണ്ടത് ആദ്യമേ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമല്ലായിരുന്നു? ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് ജയിൽ പരിഷ്കരണത്തെക്കുറിച്ച് റിപ്പോർട്ടിൽ കണ്ണൂർ ജയിലിനെ കുറിച്ച് പ്രത്യേകിച്ച് പരാമർശിച്ച് റിപ്പോർട്ട് ജയിൽ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അതിനകത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ആവർത്തിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഇതൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, അവിടെ പാർപ്പിക്കാവുന്നതിനേക്കാൾ കൂടുതൽ സ്ട്രെങ്ത് ആ ജയിലിൽ ഇപ്പോഴും ഉണ്ടാകാം എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ പാർപ്പിക്കാവുന്നതിന് ടോട്ടൽ സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്തിനേക്കാൾ കൂടുതൽ ആളുണ്ട്. ഇപ്പൊ പറയുന്ന ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഉദ്യോഗസ്ഥരുടെ എണ്ണവും കുറവാണ് എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കുറവും അവിടെ പാർക്കുന്ന ഇൻമേറ്റ്സിന്റെ എണ്ണത്തിൽ വർധനവും വന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ അവിടെ സുരക്ഷിതത്വം നിലനിൽക്കും? ആ സുരക്ഷിതത്വത്തിന്റെ ലംഘനമാണ് ഈ രൂപത്തിൽ വന്നെത്തിയത്. എങ്ങനെയും ഈ പ്രതിയെ കീഴടക്കണം, അതിനുവേണ്ടിയുള്ള നടപടിയെടുക്കണം. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.